എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, അല്ലാത്ത സാക്ഷ്യങ്ങൾ നമ്മളിവിടെ പറയിപ്പിക്കത്തുമില്ല. പക്ഷെ അതല്ല ടിപ്പിക്കൽ സാക്ഷ്യം എന്ന് പറയും. ക്രിസ്ത്യജനോടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ ഒരു ജർമ്മൻ സ്റ്റുഡൻ്റാണ്, ജർമ്മൻ ഭാഷ സ്റ്റുഡൻ്റാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആദ്യകാലങ്ങളിൽ അവർക്ക് A1 A2 പരീക്ഷയുടെ സമയത്ത് കോവിഡാണ് വന്നത്. അവർക്ക് കോവിഡ് വന്ന് ശ്വാസം കിട്ടാതെയായി, ക്ലാസ്സിൽ പോകാൻ പറ്റാതെയായി, ക്ലാസ്സിൽ ആബ്സെൻ്റായി. അപ്പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ തോക്കുമെന്നുള്ള കാരണം വെറുതെ കാശ് കളയേണ്ട എന്നാണ് പൊതുവെയുള്ള ഒരു പൊതുധാരണ. പക്ഷേ എങ്കിലും അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട്, നീ അറ്റൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുകയും 60% പോലും അറ്റൻഡൻസ് ഇല്ലായിരുന്ന ഈ ക്രിസ്ത്യജനോ A1 ഏറ്റവും കവർ ചെയ്യുകയും ചെയ്യും അത്ഭുതകരമായി. പിന്നെ B1 B2 എക്സാം വരും, ജർമ്മൻ. അത് അവർക്ക് കോയമ്പത്തൂർ പോയി എഴുതേണ്ടതാണ്. B1 B2 എക്സാം വരുമ്പോൾ കുറച്ച് പഠിക്കാൻ പറ്റും, കുറച്ച് പഠിക്കാൻ പറ്റത്തില്ല, കൊളാപ്സാണ്. പക്ഷെ പരീക്ഷ എഴുതാൻ പോയ സ്ഥലത്ത് എനിക്കൊന്ന് കൽക്കട്ടയിലാണ് പരീക്ഷ എഴുതാൻ പോയിരിക്കണം തോന്നണം. അവിടെ വെച്ച് ഇവർക്ക് ഫുഡ് പോയ്സൺ അടിക്കും. അവിടുത്തെ ഭക്ഷണം പിടിക്കാൻ വന്നിട്ട് ഛർദിലും മറ്റസുഖമൊക്കെ ഇട്ടിട്ട് കിടന്നു പോകും, തളർന്നു പോകും, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. എന്നിട്ട് ഉള്ള ജീവൻ വെച്ചുകൊണ്ട് ഇവർ പോയി B1 B2 അറ്റൻഡ് ചെയ്യും. പക്ഷെ അതിനെല്ലാം നല്ല സ്കോർ കിട്ടും. എന്താ വിഷയമെന്ന് പറയണത്, നമ്മൾക്ക് ഇവിടെ ഒന്നും ഒരു കറക്റ്റായിട്ട് എന്താണ് സംഭവിക്കണമെന്ന് റീസണബിളായിട്ട് പറയാൻ പറ്റണില്ല. ഒരു യുക്തിപരമായിട്ട് ഇതിൻ്റെ അകത്ത് ഒത്തിരി യുക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാക്ഷ്യമല്ലത്. പക്ഷേ ഇറ്റ്സ് ഹാപ്പൻഡ്. സോ അതങ്ങനെ സംഭവിക്കുന്നു. അതിന് ബൈബിളാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ റീസണബിളായിട്ട് നടക്കത്തില്ല, മാത്തമാറ്റിക്കലായിട്ട് നടക്കത്തില്ല, യുക്തിപരമായിട്ട് നടക്കത്തില്ല. പിന്നെ ഇതെങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ബൈബിളേ പറയത്തുള്ളൂ, കർത്താവിൻ്റെ വചനമേ പറയത്തുള്ളൂ. എന്താണ് പറയണത്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. എന്ന് പറഞ്ഞ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. റോമ 9:16 മെസ്സേജ് ഉള്ളത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് റോമ 9:16 അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതാണ് അതിന് പ്രാധാന്യം. എന്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം? ദൈവത്തിൻ്റെ ദയ. ദൈവം നമ്മോട് ഒരു ദയ കാണിക്കുന്നതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. വീട്, ജോലി, വിവാഹം, രോഗസൗഖ്യം എല്ലാം ദൈവം നമ്മോടൊരു ദയ കാണിച്ചാൽ നമ്മളുടെ സങ്കല്പങ്ങൾക്കും ധാരണകൾക്കും അതീതമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദയ നമുക്ക് അസ്പയർ ചെയ്യണത് അല്ലെങ്കിൽ ആർജിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താ? ദൈവത്തിൻ്റെ ദയ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റണം, അല്ലേ? ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇങ്ങനെ മസിൽ പിടിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ നമുക്ക് ദൈവത്തിൻ്റെ ദയ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല, ആർജിക്കാനും പറ്റത്തില്ല, പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല.
കാരണം ദൈവത്തിനൊരു സ്റ്റാൻഡിങ് നിലപാടുണ്ട്. ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാടുണ്ട്. എന്താ നിലപാട്? അതായത് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പയും. അവിടെ കഴിയണ്ട വിഷയം പറഞ്ഞിട്ടില്ലേ? റോമ 9:15. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 9:18. താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. ഒന്ന് പറഞ്ഞേ, താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. അടുത്തത്, അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് വർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിച്ച് ദൈവത്തിൻ്റെ ദയയ്ക്ക് പാത്രീഭൂതമാകാനൊന്നും പറ്റത്തില്ല. അതാണ് വിഷയം. അപ്പം അതേസമയം തന്നെ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അത് റോമ 9:15, 9:16 അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞ വാക്കുകളാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പറഞ്ഞേ, ദൈവത്തിൻ്റെ ദയയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ജോലി, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ സീനിയോറിറ്റിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന്. മണ്ണാങ്കട്ട ഒരു കണ്ണ് വർഗീയത്തില്ലേ? നിങ്ങളുടെ മെരിറ്റാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനുഷ്യനൊരു ധാരണയുണ്ടല്ലോ. മനുഷ്യന് പൊതുവെ ഒരു ധാരണയില്ലേ? എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ മെരിറ്റാണ്, യോഗ്യതയാണ്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം നിൻ്റെ യോഗ്യതയാകണം നിർബന്ധമില്ല. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ. ദാറ്റ് മീൻസ് നിനക്ക് മെരിറ്റ് ഇല്ലെങ്കിലും കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ അതാണ് നിൻ്റെ മെരിറ്റ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. നമ്മൾ ഈ വചനത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ഒരു പത്തനംതിട്ടയിലെ ഒരു സിബി മാത്യുവിൻ്റെ സാക്ഷ്യമാണ്. സിബി മാത്യുവിൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം 2018 പ്രളയത്തിൽ, നമുക്കറിയാം പത്തനംതിട്ട ചെങ്ങന്നൂർ ഭാഗങ്ങളൊക്കെ പ്രളയത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും അദ്ദേഹത്തിൻ്റെ കമ്പനിയും എല്ലാം ഒഴുകിപ്പോയി, നശിച്ചു പോയി. അദ്ദേഹം വലിയ കടത്തിലും, 2 തരത്തിൽ കടങ്ങൾ വന്ന്. ഒന്ന്, ബാങ്കുകാർ ജപ്തിയിലാക്കി വസ്തു അവശേഷിക്കുക, ഉള്ളതാ പോയി, അവശേഷിക്കുന്നത് ബാങ്കുകാർ ജപ്തിയിലാക്കി. അതേസമയം തന്നെ പ്രൈവറ്റ് ലോൺസ്, അദ്ദേഹം കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ്. വളരെ മാന്യമായി ജീവിച്ച് ഒരു മനുഷ്യനാണ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്കിങ്ങനെ പെട്ടെന്ന് കണ്ണിങ്ങനെ നിറയും. കാര്യം വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചതാണ്. പക്ഷെ ഒരു പ്രളയം വന്നതോടുകൂടി ലൈഫ് ഇങ്ങനെ തിരിച്ചു വെച്ച പോലെ. അതൊക്കെയാണ് പോയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അസ്ഥിഭദ്രതകളും എല്ലാം പോയിട്ട് അദ്ദേഹം വലിയ കൂടിയ കടക്കാരനായി മാറിയിട്ട് ബാങ്ക് ജപ്തിയാകാൻ പോകുന്നു. ജപ്തി നോട്ടീസ് ഇട്ട്, ഡേറ്റ് ഇട്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന് പ്രൈവറ്റ് കടക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളയും. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ആരോ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അത് കൊണ്ടുവന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഒരാഴ്ചക്ക് മുമ്പാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് നിക്കക്കളിയില്ലാതെ വീടുകളിൽ ആളിങ്ങനെ കടക്കാരെപ്പോഴും വന്ന് നാണം കെടുത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത പേപ്പറുമായിട്ട് വന്ന്, അപ്പോൾ ഞാൻ ഈ ഉടമ്പടി ജപ്തി പേപ്പർ കൊണ്ടുപോയി അമ്മയെടുത്ത് ഏൽപ്പിച്ചു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യമാണ് വിശ്വാസിയെ സംബന്ധിച്ച്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്ത് പരിപാടിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ലൈനിലാണ് അത് പോണത്. കാര്യം നമുക്ക് വേറെ ഒരു മെറിറ്റില്ല. വചനം എന്താ പറയണത്? റോമ 9:16 എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതാണ് സംഭവം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് എല്ലാ അമ്മയെ കാര്യം ദൈവത്തിൻ്റെ തിരുസഭ അമ്മയേക്കാൾ വലിയ മാധ്യസ്ഥയില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയുടെ സമർപ്പിച്ച് കഴിയുമ്പോൾ കാര്യത്തിൽ നമ്മൾക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ
ഇപ്പം നമുക്ക് മെരിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈശോയോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. മെരിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെരിറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കൊലകൊമ്പനായാലും ചിലപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള യോഗ്യത ഇല്ലാതാണ്ട് വരും. അതുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത ഒരു അവസ്ഥ വന്നാലാണ് മരിയൻ കവനൻറ്റിൻ്റെ പ്രസക്തി വരണത്. നമ്മളതുകൊണ്ട് നമ്മളൊന്നും കാണുന്നില്ല. ഞാൻ ആ ജപ്തി പേപ്പർ 2 കോടി ജപ്തി പേപ്പർ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു സമർപ്പണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു വെളിച്ചം കിട്ടും പെട്ടെന്ന്. എന്താണ്? ഒരു 6 മാസത്തിന് മുമ്പോ മറ്റ് ഒരു ഫ്രണ്ടിനെ അദ്ദേഹം പരിചയപ്പെട്ടിരുന്നു. ജസ്റ്റ് റീസെൻ്റാണ്, കാഷ്വലായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്, ജസ്റ്റ് റീസെൻ്റ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, നിന്നെ രക്ഷിക്കാനുള്ള നീ ദൈവത്തിൻ്റെ ഒരു വഴികളിലേക്ക് പോകുന്ന വ്യക്തിയാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ, നാളെ കാലം നിനക്കൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തെ മനസ്സിലായാൽ, ദൈവം ആ വിഷയം നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷേ നീ ഡോൺ കെയർ ആയാൽ, ദൈവത്തിനേക്കാൾ വലിയ എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ശക്തിയാണ്, അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള എൻ്റെ ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നീ ദൈവത്തിനെ അവോയ്ഡ് ചെയ്താൽ നീ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി വെളിപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? പന്നിയുടെ മുമ്പിൽ കൊണ്ടുപോയി രത്നങ്ങൾ വിതറുന്നതെന്ന് ഈശോ നേരത്തെ പറഞ്ഞത് ദൈവത്തിൻ്റെ നിലപാടാണത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി ശ്രീകണ്ഠ സുവിശേഷം 7:6. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് കൃത്യമല്ലേ? ഇത് ഈ കളി അറിയാതെ കളിച്ചാൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പന്നിയാണെന്ന് വിചാരിച്ചോ. ദൈവത്തിന് എന്താ വെച്ചാൽ പന്നിയുടെ സ്വഭാവം എന്താണ്? ചുമ്മാ വെട്ടി വിഴുങ്ങുക, കുറേ പ്രസവിക്കുക. ആ പ്രസവിക്കണ കൊച്ചിനെ തന്നെ തിന്നുക. പന്നിയുടെ സ്വഭാവം അതാണല്ല. നമ്മൾ നോക്കിയിരുന്ന ഒരു 21 കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കും, പക്ഷേ കിട്ടണ 7 എണ്ണമാണ്. ബാക്കിയെല്ലാം അത് രാത്രി അടിച്ചു കളയും, തന്നെത്താൻ അടിച്ചു കളയും. സ്വന്തം കുഞ്ഞിനെയാണ് തിന്നണമെന്ന് പോലും അതിന് ബോധമില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നീയെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ദൈവിക വഴികൾ വെളിപ്പെട്ട് കിട്ടത്തില്ല. കാര്യം എന്താണ്? ദൈവം അത് വെളിപ്പെടുത്തത്തില്ല. കാര്യം വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ വെളിപ്പെടുത്തി തന്നാൽ പോലും നീ പറയും നിൻ്റെ കേമത്വമാണെന്ന് പറയും. നിന്നെ പരീക്ഷ ജയിപ്പിച്ചെന്ന് വിചാരിച്ചോ? നീ പഠിച്ചിട്ടില്ല, പരീക്ഷ ജയിപ്പിച്ചു. അപ്പം നീ പറയും ഞാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിക്കാതെ എനിക്കൊന്നും ഇഷ്ടം നോക്കിയാൽ മതി. നീ കുട്ടികൾ അപ്പം ദൈവമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കണത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കണത്. പക്ഷേ നീ പന്നിയായത് കാരണം ദൈവത്തിന് അവോയ്ഡ് കൊണ്ട് പറയും എനിക്കതൊന്നും പ്രശ്നമില്ല, എനിക്കൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, മാർക്ക് പ്രബടാന്ന് വീണുള്ളൂ എന്ന് പറയും. ദാറ്റ് മീൻസ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പന്നി അടിച്ചു മരണം കണ്ടില്ലേ? സ്വന്തമായിട്ട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തിന് നിൽക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സ്വയം പുകഴ്ചയും മഹത്വം അന്വേഷിക്കാതെ ഏകജാതന്റെ മഹത്വം ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ അഭിഷേകം ചെയ്യണം. എല്ലാ വ്യാപാരങ്ങളിലും പ്രവർത്തനങ്ങളിലും അങ്ങേക്ക് മഹത്വം കൊടുക്കുവാൻ ഈശോയെ